ക്ലാസ് 6-ലെ സയൻസിലെ 5th ലെസനായ സെപ്പറേഷൻ ഓഫ് സബ്സ്റ്റൻസ് ആണ്. ഇപ്പോൾ പാർട്ട് 2 വീഡിയോയാണ് ലാസ്റ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് പ്രോസസ്സാണ് സെഡിമെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് സെഡിമെൻറ്റേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നോക്കി, ഇപ്പം നമ്മൾ എന്തെങ്കിലും മിക്സ് ചെയ്യണം. ഇപ്പം മണ്ണ് വെള്ളത്തിൽ മിക്സ് ചെയ്യുമ്പോൾ ഇത് അടിയിൽ പോയി സെറ്റിൽ ഡൗൺ ആയിട്ട് കിടക്കത്തില്ലേ, ആ ഒരു പ്രോസസ്സാണ് എന്ത്, സെഡിമെൻറ്റേഷൻ. ഓക്കെ, സെഡിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്, സെഡിമെൻറ്റ്സ് ആയിട്ട് അടിയിൽ ചെന്ന് സെറ്റിൽ ഡൗൺ. ഇപ്പം നമ്മൾ എന്തെങ്കിലും മണ്ണ് ആഡ് ചെയ്യുമ്പോൾ ഈ സാൻഡ് അല്ലെങ്കിൽ ഈ സാൻഡ് ഇതിൻ്റെ അടിയിൽ ചെന്ന് സെറ്റിലായിട്ട് കിടക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, സെഡിമെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗറിൽ നമുക്ക് കാണാം എന്ത്, സെഡിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കണ്ടോ, ഈ സബ്സ്റ്റൻസ് അടിയിൽ സെറ്റിൽ ഡൗൺ ആയിട്ട് കിടക്കുന്നു അല്ലേ. ഈ ഫിഗറിൽ പച്ച ഒരു സബ്സ്റ്റൻസ് അടിയിൽ പൊക്കത്തുനിന്ന് ഇങ്ങനെ എന്താണ്, ഇത് അടിയിലേക്ക് സെറ്റിൽ ആയിട്ട് വന്ന ഒരു പ്രോസസ്സാണ് എന്ത്, സെഡിമെൻറ്റേഷൻ. ഓക്കെ, നമുക്ക് സെഡിമെൻറ്റേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, sedimentation can be defined as the process through which dirt and other heavier particles in the mixture settle at the bottom of the vessel when water is added. അപ്പോൾ വെള്ളം ആഡ് ചെയ്തതിന് ശേഷം മിക്സ്ചേഴ്സ് അടിയിൽ സെറ്റിൽ ഡൗൺ ആയിട്ട് കിടക്കുന്നൊരു പ്രോസസ്സാണ്. കണ്ട, ഹെവിയർ പാർട്ടിക്കിൾസ് അടിയിൽ സെറ്റിൽ ആവും. പ്രോസസ് ത്രൂ വിച്ച് ഡേർട്ട് ആൻഡ് അതർ ഹെവിയർ പാർട്ടിക്കിൾസ് ആ മിക്സ്ചറിൻ്റെ അടിയിൽ ബോട്ടത്തിൽ സെറ്റിൽ ഡൗൺ ആയിട്ട് കിടക്കുന്ന ഒരു പ്രോസസ്സാണ് സെഡിമെൻറ്റേഷൻ. ഓക്കെ, വെൻ ഡസ്റ്റ് ആൻഡ് ഡേർട്ട് പാർട്ടിക്കിൾസ് ഹാവ് സെറ്റിൽ ദ ക്ലിയർ വാട്ടർ ഫ്രം ഫോംസ് ദ അപ്പർ ലെയർ ഈസ് മൂവ് ടു എ ഡിഫറെൻറ്റ് കണ്ടെയ്നർ ആൻഡ് ദ ഡേർട്ട് ആൻഡ് ഡസ്റ്റ് ഡൺ എവേ വിത്ത് ഇറ്റ്. അപ്പോൾ എന്ത് പറ്റും, നമുക്ക് അതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചാൽ ആ പൊക്കത്തുള്ള വെള്ളം നല്ല പ്യുവറായിട്ട് കിട്ടും, അടിയിൽ മണ്ണ് മാത്രം സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് സെഡിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡെഫിനേഷൻ. ദ പ്രോസസ് ത്രൂ വിച്ച് ഡേർട്ട് ആൻഡ് അതർ ഹെവിയർ പാർട്ടിക്കിൾസ് മിക്സ്ചർ സെറ്റിൽ അറ്റ് ദ ബോട്ടം ഓഫ് ദ വെസൽ വെൻ വാട്ടർ ഈസ് ആഡഡ് ടു ഇറ്റ്. ഓക്കെ, ഇതാണ് അപ്പോൾ സെഡിമെൻറ്റേഷൻ. അപ്പോൾ ആ പിക്ചർ മനസ്സിൽ വരണം. ഒരു ഇതിലേക്ക് നമ്മൾ ഇച്ചിരി സാൻഡോ മഡോ ഇടുമ്പോൾ എന്തായിരിക്കും കാണുന്ന പ്രോസസ്സ്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ, ഡീക്കാൻറ്റേഷൻ. ഡീക്കാൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ സെറ്റിൽ ഡൗൺ ആയിട്ടുള്ള ഈ മണ്ണുണ്ടല്ലോ, ഈ മണ്ണുള്ള ഈ വെള്ളം നമ്മൾ അടുത്ത ബീക്കറിലേക്ക് നമ്മൾ ഒഴിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത്, സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡീക്കാൻറ്റേഷൻ എന്ന് പറയുന്നത്. കണ്ടോ, ഒരെണ്ണത്തിൽ നിന്ന് മറ്റേതിലേക്ക് ഒഴിക്കുന്നൊരു പ്രോസസ്സ്. ഓക്കെ, അതാണ് ഡീക്കാൻറ്റേഷൻ. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഡീക്കാൻറ്റേഷൻ എന്താണെന്ന്, അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നമുക്കപ്പോൾ നോക്കാം. ഡീക്കാൻറ്റേഷൻ, അപ്പോൾ ഈ ഫിഗർ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, ഡീക്കാൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണെന്ന്. ഓക്കെ, ഡീക്കാൻറ്റേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ടെക്നിക് which miscible liquids or a liquid or a solid substance are separated. എന്താണ് മിസിബിൾ, ഇമ്മിസിബിൾ ലിക്വിഡ്സ്. ഇമ്മിസിബിൾ എന്ന് പറഞ്ഞാൽ രണ്ടും മിക്സ് ചെയ്യാണ്ട് രണ്ട് ലെയറായിട്ട് വെള്ളത്തിൽ കിടക്കുമ്പോഴെന്ത് പറ്റുന്നത്, ഇമ്മിസിബിൾ ആവുന്നത്. എക്സാമ്പിൾ കെറോസിനും വാട്ടറും. ഓക്കെ, കെറോസിൻ അവിടെ കിടക്കും, കെറോസിൻ പൊക്കത്ത് ലെയർ ഫോം ചെയ്തെടുക്കും, വാട്ടർ അടിയിൽ സെറ്റിലാവും. അപ്പോൾ അല്ലെങ്കിൽ ഓയിലും വാട്ടറും, ഓയിൽ പൊക്കത്തെ ലെയറിൽ കിടക്കും, വാട്ടർ അടിയിൽ കിടക്കും. അപ്പോൾ നമുക്ക് ഒരെണ്ണത്തിൽ നിന്ന് മറ്റേതിലേക്ക് ഒഴിക്കുമ്പോൾ നമുക്ക് രണ്ടും സെപ്പറേറ്റ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഡീക്കാൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ടെക്നിക് ത്രൂ വിച്ച് ഇമ്മിസിബിൾ ലിക്വിഡ്സ് ഓർ എ ലിക്വിഡ് ഓർ എ സോളിഡ് സബ്സ്റ്റൻസ് ആർ separated. Okay, oil and water. Example, these are two examples of immiscible liquid, oil water അല്ലെങ്കിൽ kerosene water. Once we pour oil into water, oil form a upper layer of water and it can be easily separated by gently pouring the mixture into another container till all oil has been removed. അപ്പോൾ നമുക്ക് ഓയിൽ എങ്ങനെ ചെയ്യാം, മറ്റേ വെസലിലേക്ക് നമുക്ക് ഓയിൽ പതിയെ മാറ്റാം, ചിരിച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ അടുത്ത ബീക്കറിലേക്ക് വീഴും. അതേപോലെ തന്നെ വാട്ടർ നമ്മുടെ ഉള്ള ബീക്കറിൽ തന്നെ കണ്ടെയ്ൻ ചെയ്യും. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ് അതിൻ്റെ. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്യുക, ഓയിലും ഈ വാട്ടറിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഇമ്മിസിബിൾ ലിക്വിഡ്സ്, രണ്ടും മിക്സ് ചെയ്യാത്ത ലിക്വിഡ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് ഡീക്കാൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ. ഓയിൽ ഒരു കണ്ടെയ്നറിലേക്ക് നമുക്ക്
മാറ്റാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡീകാൻറ്റേഷൻ പ്രോസസ്സ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. അടുത്തത് ഫിൽട്രേഷൻ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ഒന്നല്ലെങ്കിൽ നമ്മൾ ഇതേപോലത്തുള്ള ഫിൽറ്റർ യൂസ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് യൂസ് ചെയ്യും, ഫിൽറ്റർ പേപ്പറാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഫിൽറ്റർ പേപ്പർ അവൈലബിൾ ആണ്. ഓക്കെ, ഫിൽറ്റർ പേപ്പർ അവൈലബിൾ ആണ്. ആ പേപ്പർ വെച്ച് ഇങ്ങനെ കോൺ പോലെ നമുക്ക് മടക്കുകയാണെങ്കിൽ ഫിൽറ്റർ പേപ്പറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫിൽറ്റർ പേപ്പർ നമ്മൾ ഇങ്ങനെ കോൺ പോലെ ജസ്റ്റ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഇതേപോലത്തുള്ള ഫിൽറ്റർ അല്ലെങ്കിൽ ഫണൽസ് നമുക്ക് അവൈലബിൾ ആണ് സെപ്പറേറ്റ് ഔട്ട് ചെയ്യാൻ. വലിയ കല്ലൊക്കെ ആണെങ്കിൽ എന്ന് പറ്റില്ല, വലിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഈ കല്ലൊക്കെ ഇവിടെ കിടക്കും, വെള്ളമൊക്കെ ഇതിലേക്ക് പോകും. അല്ലാണ്ട് നമ്മൾ വല്ല സോൾട്ട് വല്ല തരി പോലത്തെ സംഭവങ്ങളാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിൽറ്റർ പേപ്പറിൻ്റെ ഉള്ളിലുള്ള പോർസിൽ കൂടി വാട്ടർ സെപ്പറേറ്റ് ആകും. അപ്പോൾ ഫിൽറ്റർ പേപ്പർ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഫിൽട്രേഷൻ്റെ പ്രോസസ്സ് എന്താണെന്ന്. ഓക്കെ, യെസ്. Filtration is the process through which smaller particles like dirt etc. are separated from a solution by making the solution pass through a medium. എക്സാമ്പിൾ എന്താണ്, ഫിൽറ്റർ പേപ്പർ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ഫിൽട്രേഷൻ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഫിൽട്രേഷൻ എങ്ങനെ ചെയ്യണമെന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫിൽറ്റർ പേപ്പറാണ്. ഓക്കെ, ദിസ് മീഡിയം ഇസ് സച്ച് ദാറ്റ് ദ ഓൺലി ലിക്വിഡ്സ് ആർ ഏബിൾ ടു പാസ് ത്രൂ ഇറ്റ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് വെരി ടൈനി പോർസ് ഓൺ ഇറ്റ്. ഓക്കെ, അപ്പോൾ ഫിൽറ്റർ പേപ്പറിൽ ടൈനി പോർസ് ഉണ്ടാവും, ചെറിയ ഹോൾസ് ഉണ്ടാവും. അതിൽ കൂടി നമ്മുടെ ലിക്വിഡ് പാസ് ചെയ്യും. പക്ഷേ എന്ത് പാസ് ചെയ്യില്ല, ഈ നമ്മുടെ ബിഗ്ഗർ ഡേർട്ട് പാർട്ടിക്കിൾസ് ഒന്നും പാസ് ചെയ്യില്ല. ഓക്കെ, ദ ഫിൽട്രേഷൻ ഈസ് മോൾഡഡ് ടു ഫോം എ കോൺ. ഒരു കോണായിട്ടാണ് നമ്മൾ ഫിൽറ്റർ പേപ്പർ മടക്കുന്നത്. ലൈക്ക് എ സ്ട്രക്ചർ ദെൻ ഇറ്റ് ഈസ് അഫിലിയേറ്റഡ് ടു എ ഫണൽ. ഒരു ഫണൽ നമ്മൾ നേരത്തെ ലാസ്റ്റ് കണ്ട പിക്ചറിൽ കണ്ട പോലെ ഒരു ഫണൽ ഷേപ്പിലാണ് നമ്മൾ ഫണൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ത്രൂ വിച്ച് ഡേർട്ട് സൊല്യൂഷൻ ഈസ് അലൗഡ് ടു പാസ്. ഓക്കെ, അപ്പോൾ അതിൽ കൂടി ഡേർട്ട് സൊല്യൂഷൻ പാസ് ചെയ്യും. ഓക്കെ, പൊക്കത്ത് ഡേർട്ട് പാർട്ടിക്കിൾസ് സെറ്റിൽ ഔട്ട് കിടക്കും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിൽറ്റർ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ ദ പ്രോസസ് ത്രൂ വിച്ച് സ്മോളർ പാർട്ടിക്കിൾ ലൈക്ക് dirt are separated from a solution by making the solution pass through a medium called filter paper. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിൽട്രേഷൻ്റെ ഡെഫിനിഷൻ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. സംടൈംസ് ഫിൽട്രേഷൻ ക്യാൻ ബി അപ്ലൈഡ് ടു സെപ്പറേറ്റ് പൾപ്പ് ആൻഡ് സീഡ് ഫ്രം ജ്യൂസ്. സീഡിൽ നിന്നുള്ള നാര്, നമ്മൾ ലെമൺ ജ്യൂസൊക്കെ അടിക്കുമ്പോൾ എന്താണ്, ലെമണേഡൊക്കെ അടിക്കുമ്പോൾ അതിൻ്റെ കുരുവും അതേപോലെ തൊലിയൊക്കെ പൊക്കത്ത് നമുക്ക് കിടക്കും. എന്ത് യൂസ് ചെയ്യുമ്പോൾ, നമ്മൾ ഫിൽറ്റർ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫണൽ യൂസ് ചെയ്യുമ്പോൾ നമുക്കത് പൊക്കത്ത് കിടക്കും. ഓക്കെ, യു ക്യാൻ ഓൾസോ ബി യൂസ് ടു സെപ്പറേറ്റ് കോട്ടേജ് ചീസ് ഫ്രം പനീർ ആൻഡ് മിൽക്ക്. ചീസും പനീറൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനും ഫിൽട്രേഷൻ ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിൽട്രേഷനെ പറ്റി പറയുന്നത്. ഇനി അടുത്ത വന്ന പ്രോസസ്സാണ് ഇവാപ്പറേഷൻ എന്താണ്, വെള്ളം ചൂടായി തിളച്ച് നീരാവിയായി പൊങ്ങുന്ന പ്രോസസ്സാണ് ഇവാപ്പറേഷൻ. കണ്ടോ, സൂര്യൻ്റെ പ്രോസസ്സിൽ ലിക്വിഡ് എന്ത് ചെയ്യും, വാട്ടർ വേപ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും അന്തരീക്ഷത്തിലേക്ക്. അതാണ് ഇവാപ്പറേഷൻ. കണ്ടോ, വെള്ളമൊക്കെ തിളക്കുമ്പോൾ നമുക്ക് കാണില്ലേ ആവിയായി ഇങ്ങനെ പുക പോണത്, അതാണ് വേപ്പേഴ്സ്, വാട്ടർ വേപ്പേഴ്സ്. ഓക്കെ, അതായത് അന്തരീക്ഷത്തിലേക്ക് പോയി സെറ്റിലാവും. ഓക്കെ, അതാണ് ഇവാപ്പറേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവാപ്പറേഷൻ നോക്കാം. Evaporation is the process of converting liquids into gas or vapor by increasing the temperature or pressure of the liquid. Okay, അപ്പോൾ increasing the temperature or pressure of the liquid. അപ്പോൾ ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡിനെ ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവാപ്പറേഷൻ. ഓക്കെ, വേപ്പർ ഉണ്ട്, അപ്പോൾ ഓർക്കുക ഇവാപ്പറൈസേഷൻ വേപ്പേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ,
ബൈ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ ഓർ പ്രഷർ. നമ്മൾ നേരത്തെ കണ്ടു, സൂര്യനെ കണ്ടു. സൂര്യൻ എന്താണ്? ടെമ്പറേച്ചർ, ഹീറ്റ് നൽകും, അപ്പോൾ ഇവാപ്പറേഷൻ നടക്കും. അല്ലെങ്കിൽ നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? ഹീറ്റ് കൊടുക്കും, അപ്പോൾ ഇവാപ്പറേഷൻ നടക്കും. അല്ലെങ്കിൽ പ്രഷർ ഇൻക്രീസ് ചെയ്താലും ഇവാപ്പറേഷൻ നടക്കും. ദിസ് പ്രോസസ് ഈസ് ഓഫൻലി യൂസ് ടു സെപ്പറേറ്റ് സോൾട്ട് ഫ്രം സോൾട്ട് വാട്ടർ ഓർ ഒരു സ്പേസിൻ്റെ ഓർ സോൾട്ടി സീ വാട്ടർ. അപ്പോൾ കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രോസസ്സ് ഇവാപ്പറേഷനാണ്. അത് ഈ ബണ്ടുകൾ പോലെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഈ വെള്ളം എന്ത് ചെയ്യും? ഇവാപ്പറേഷൻ, സണ്ണിൻ്റെ വേപ്പേഴ്സ് വെച്ച് ഇവാപ്പറേറ്റ് ചെയ്യും. ഇതിലുള്ള ഈ ബണ്ടുകളിലുള്ള എല്ലാ വെള്ളം ഇവാപ്പറേറ്റ് ചെയ്തതിന് ശേഷം എന്ത് പറ്റും? നമുക്ക് ഉപ്പ് ലെഫ്റ്റ് ചെയ്ത് അവിടെ കിട്ടും, സോൾട്ട് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് കാണാം എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പോൾ ഇവാപ്പറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് നമ്മൾ നോക്കുന്നത്. സീ വാട്ടർ ഹാസ് നമ്പർ ഓഫ് സാൾട്ട് പ്രസൻറ്റ് ഇൻ ഇറ്റ്. ഷാലോ പിറ്റ്സ് കോൾഡ് ഇവാപ്പറേഷൻ പോൺസ്. നമ്മൾ നേരത്തെ കണ്ടതാണ് ഇവാപ്പറേഷൻ പോൺസ് ആർ കൺസ്ട്രക്റ്റഡ്. എന്തിനാണ്? സോൾട്ട് വാട്ടർ ഈസ് അലൗഡ് ടു സ്റ്റാൻഡ് ഇൻ ദീസ്. അതിൽ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തും. ആഫ്റ്റർ സം ടൈംസ് ദ വാട്ടർ ഗെറ്റ് ഇവാപ്പറേറ്റഡ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ വെള്ളം ഇവാപ്പറേറ്റ് ചെയ്യും, ലീവിങ് ബിഹൈൻഡ് ദ സാൾട്ട്. ഇതേപോലെ ഉപ്പ് കൂടാരങ്ങൾ നമുക്ക് കിട്ടും. കോമൺ സോൾട്ട് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ മിക്സ്ചർ വൺസ് അപ്പോൺ ഫർദർ പ്യൂരിഫിക്കേഷൻ. കോമൺ സോൾട്ട്, നമ്മുടെ ടേബിൾ സോൾട്ട് കിട്ടുന്ന എങ്ങനെ? ഒരു പ്യൂരിഫിക്കേഷനും കൂടി കഴിയുമ്പോൾ നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ആ സാൾട്ട് കിട്ടും. അതാണ് ഇവാപ്പറേഷൻ. ഇവിടെ സീ വാട്ടർ റിഫൈനിങ്ങിൽ യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലായി. യൂസ് ഓഫ് മോർ ദാൻ വൺ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ. അപ്പോൾ ഒരു മെത്തേഡ് കൊണ്ടൊന്നും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു സാധനം തന്നെ സെപ്പറേറ്റ് ചെയ്യാൻ 2 or 3 മെത്തേഡ് വേണം, അല്ലേ? നമ്മൾ നേരത്തെ സാൾട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ഒരു പ്യൂരിഫിക്കേഷനും കൂടി ചെയ്യണമെന്ന്, അല്ലേ? അപ്പോൾ ടേക്ക് ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് സോൾട്ട് ആൻഡ് സാൻഡ്. സോൾട്ടും സാൻഡ് ഇത് മിക്സ് ചെയ്തൊരു മിക്സ്ചർ ആണെങ്കിൽ വി നോ ദാറ്റ് ഹാൻഡ് പിക്കിംഗ് വിൽ നോട്ട് വർക്ക്. ഹാൻഡ് പിക്കിംഗ് ഒരിക്കലും വർക്ക് ചെയ്യത്തില്ല. അതേപോലെ വിനോയിങ്ങോ ത്രഷിങ്ങോ ഒന്നും ഇതിൽ വർക്ക് ചെയ്യത്തില്ല. ഹെൻസ് വി ട്രൈ ടു സെപ്പറേറ്റ് ടു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫിൽട്രേഷൻ ആൻഡ് ഡീക്കാൻറ്റേഷൻ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സ് ഏതാണ്? ഫിൽട്രേഷനും ഡീക്കാൻറ്റേഷനുമാണ്. We take a beaker and add water to the set mixture of sand and salt. അപ്പോൾ നമ്മളൊരു ബീക്കർ എടുക്കും, അതിലേക്ക് സാൻഡും സോൾട്ടും ആഡ് ചെയ്യും, പിന്നെ അതിലേക്ക് എന്തും കൂടി ആഡ് ചെയ്യും? വാട്ടറും ആഡ് ചെയ്യും എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ എടുക്കാൻ പോണത് ഒരു ബീക്കർ, അതിൻ്റെ ഉള്ളിലേക്ക് സോൾട്ട് ആഡ് ചെയ്യും, അല്ലേ? സോൾട്ട്, സാൻഡ് ആഡ് ചെയ്യും, പിന്നെ അതിലേക്ക് എന്ത് ആഡ് ചെയ്യും? വാട്ടറും കൂടി നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, വാട്ടറും കൂടി നമ്മൾ ആഡ് ചെയ്യും. ഇപ്പോൾ ഈ ഗ്രേ കളറാണ് വാട്ടർ എന്ന് കൺസിഡർ ചെയ്യാം. വാട്ടറും കൂടി നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ബ്ലൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ ബ്ലൂ കളറാണ് വാട്ടർ. ഓക്കെ, വാട്ടറും കൂടി നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഇത് 3 കൂടി ഉള്ള ഈ സബ്സ്റ്റൻസ് എങ്ങനെ സെപ്പറേറ്റ് ചെയ്തു നോക്കാം. ദ സാൻഡ് ഡെപ്പോസിറ്റ് ദ ബോട്ടം ആൻഡ് ദ ബീക്കർ ക്യാൻ ബി സെപ്പറേറ്റഡ്. അപ്പോൾ സാൻഡ് എന്ത് പറ്റി? അടിയിൽ സെറ്റിൽ ഡൗൺ ആവും, അല്ലേ? അടിയിൽ ചെന്നിട്ട് ഈ സാൻഡ് അടിഞ്ഞുകൂടും, അല്ലേ? അടിയിൽ സാൻഡ് അടിഞ്ഞുകൂടും, അടിയിൽ ചെന്നിട്ട് സാൻഡ് ഇങ്ങനെ അടിഞ്ഞുകൂടും, അല്ലേ? സോൾട്ട് ആണെങ്കിൽ എന്ത് പറ്റും? ഇതിൻ്റെ ഉള്ളിലുള്ള പോർസിലേക്ക് സോൾട്ട് എൻ്റർ ചെയ്യും, അല്ലേ? മിക്സ് ആവും, വാട്ടറിൽ മിക്സ് ആവും. അപ്പോൾ നൗ വി ഹാവ് ടു സെപ്പറേറ്റ് സോൾട്ട് ഫ്രം വാട്ടർ. അതേപോലെ തന്നെ എന്തും ഈ സാൻഡ് ഫ്രം വാട്ടറും സെപ്പറേറ്റ് ചെയ്യണം. സോൾട്ട്, വെള്ളത്തിൽ മിക്സായ സോൾട്ടും സെപ്പറേറ്റ് ചെയ്യണം, ഇതും സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് കാണുന്നത് ഇവാപ്പറേഷനും അതേപോലെ തന്നെ കണ്ടൻസേഷനുമാണ്. ഇവാപ്പറേഷൻ വഴി എങ്ങനെ കിട്ടും? ഈ വാട്ടറിൽ നിന്ന് നമുക്ക് ഇവാപ്പറേറ്റ് ചെയ്തിട്ട് സോൾട്ട് നമുക്ക് കിട്ടും, അല്ലേ? അതുപോലെ തന്നെ കണ്ടൻസേഷൻ വഴി എന്ത് കിട്ടും? പ്യുവറായിട്ട് നമുക്ക് വാട്ടറും കിട്ടും. ഓക്കെ, സാൻഡ് എങ്ങനെ കിട്ടും? ഒന്നല്ലെങ്കിൽ നമുക്ക് ഡീക്കാൻറ്റേഷനോ ഫിൽട്രേഷനോ ചെയ്ത് സാൻഡിനെ സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന മെത്തേഡ്സ്. അപ്പോൾ നമുക്കതൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സാൻഡ്.
ഓക്കെ, ഈ കാണുന്നത് സാൻഡാണ്. ഇത് ഈ വൈറ്റ് ഡോട്ട്സ് വന്നിട്ട് സാൾട്ടിൻ്റെ മോളിക്യൂൾസ് വാട്ടറിൽ മിക്സ് ചെയ്തതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഫിൽറ്റർ ചെയ്തപ്പോൾ എന്ത് കിട്ടി, നമുക്ക് ഈ സാൻഡ് നമുക്ക് പൊക്കത്ത് കിട്ടി. സാൻഡ് നമുക്ക് ഫിൽറ്ററിൽ നമുക്ക് കിട്ടി, ഫിൽട്രേഷൻ വഴി നമുക്ക് കിട്ടി. അതേപോലെ സോൾട്ട് സൊല്യൂഷൻ നമുക്ക് ഈ ബീക്കറിൽ കിട്ടി. അതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞ ഒരു പ്രോസസ്സ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇനി എന്താ ചെയ്യുന്നതെന്ന്. While heating the solution in a kettle, we observe that the vapor or steam rise off the spout of kettle. Then we do it allow the steam to come out in contact with a metal plate has some ice on it. Then this happens, the steam converts it to small drops of water, which we transfer to another container. Thus successfully managed to separate salt, which get left behind the kettle, and the water, which we collect in a separate container. Steam get converted into small drops of water, which we transfer to another container, and thus successfully manage to separate salt, which get left behind the kettle, and the water, which we collect in the separate container. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, ഒരു കെറ്റിൽ എടുക്കുക, അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, അതിലേക്ക് നമ്മുടെ ഈ സോൾട്ട് ആഡ് ചെയ്ത വാട്ടറില്ലേ, നമ്മൾ ഫിൽറ്റർ ചെയ്തെടുത്ത വെള്ളം അതിലേക്ക് ഒഴിക്കണം. അത് കഴിഞ്ഞ് അത് നന്നായിട്ട് ഹീറ്റ് ചെയ്യണം. സ്റ്റീം ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ളിൽ വേപ്പേഴ്സ് വരും. ഈ വേപ്പേഴ്സ് ഒരു മെറ്റൽ പ്ലേറ്റിൻ്റെ പൊക്കത്ത് കുറച്ച് ഐസ് ഇട്ട് അതിൻ്റെ പൊക്കത്ത് നമ്മൾ വെക്കണം. മെറ്റൽ പ്ലേസ്, ഐസുള്ള ഒരു മെറ്റൽ പ്ലേസ്, അതിലേക്ക് ഈ സ്റ്റീമിനെ വിടിക്കണം. അപ്പോൾ എന്ത് പറ്റും, ഈ സ്റ്റീമിൽ നിന്ന് ഈ നമ്മുടെ മെറ്റൽ പ്ലേറ്റിൽ എന്ത് പറ്റും, ഈ സ്റ്റീം സ്മോൾ ഡ്രോപ്സ് ഓഫ് വാട്ടർ ഫോം ചെയ്യും. ഈ വാട്ടർ നമ്മളൊരു കണ്ടെയ്നറിലേക്ക് മാറ്റണം. ഈ കണ്ടെയ്നറിലേക്ക് മാറ്റുമ്പോൾ എന്ത് പറ്റും, നമുക്ക് വാട്ടർ കിട്ടും. ഈ സ്റ്റീമിൽ നിന്ന് നമുക്ക് വാട്ടർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ കണ്ടെയ്നേഴ്സിലും എന്ത് കിട്ടി, സോൾട്ട് കിട്ടി, സാൻഡ് കിട്ടി, അതുപോലെ തന്നെ വാട്ടർ കിട്ടി. അപ്പോൾ നമുക്കതൊന്നും കൂടി കാണാം, എങ്ങനെയാണെന്ന് പ്രോസസ്സൊന്നൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ്, ഇത്രയേ ഉള്ളൂ ഈ പ്രോസസ്സ് എന്താണ്. അപ്പോൾ നമ്മൾ കുറേ മെത്തേഡ്സ് യൂസ് ചെയ്തു. ഇത് തന്നെയാണ് നമ്മൾ ചെയ്തത്, പക്ഷേ കുറേ മെത്തേഡ്സ് യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ വാട്ടർ വിത്ത് സോൾട്ട് സൊല്യൂഷൻ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, വേപ്പേഴ്സ് പോവും. ഈ വേപ്പേഴ്സ് പോകുമ്പോൾ എന്ത് പറ്റും, ഇതിൻ്റെ പൊക്കത്ത് ഇതേ ചെറിയ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഫോം ചെയ്യും ഇല്ലേ, വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. കണ്ടൻസേഷൻ കാണിക്കുമ്പോൾ ഞാൻ കാണിച്ചുതരാം വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എന്താണെന്ന്. ഓക്കെ, അപ്പോൾ ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എന്ത് ചെയ്യും, ഒരു ബീക്കറിലോട്ട് നമ്മൾ മാറ്റും. ഈ ബീക്കറിലോട്ട് വീഴുന്ന ഈ വാട്ടർ മോളിക്യൂൾസ് എന്ത് കിട്ടും, നമുക്ക് നമ്മൾ ആദ്യം ഒഴിച്ച ആ വാട്ടർ തന്നെ കിട്ടും. ഓക്കെ, അല്ലാണ്ട് നമ്മുടെ സാധാ ഈ ബീക്കറിൽ എന്ത് കിട്ടും, സോൾട്ട് ലെഫ്റ്റ് ബിഹൈൻഡായിട്ട് നമുക്ക് കിട്ടും. ഈ വൈറ്റ് സോൾട്ട് നമുക്ക് ലെഫ്റ്റ് ബിഹൈൻഡ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന പ്രോസസ്സ് ഫസ്റ്റ് വൺ ഇവാപ്പറേഷൻ, വേപ്പേഴ്സായിട്ട് ഫോം ചെയ്യൽ ഇവാപ്പറേഷൻ. ഈ വാട്ടർ മോളിക്യൂൾസിനെ വാട്ടർ ഡ്രോപ്ലെറ്റ്സിനെ വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് കണ്ടൻസേഷൻ. ഓക്കെ, ഇനി നമ്മളിപ്പോൾ കണ്ടൻസേഷൻ യൂസ് ചെയ്ത് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ട്രിപ്പോഡ് സ്റ്റാൻഡും ഒരു ഫണലുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇനി അടുത്ത പ്രോസസ്സ് കണ്ടൻസേഷൻ. അപ്പോൾ നമ്മൾ കാണാറില്ലേ, മഴയൊക്കെ പെയ്യുമ്പോൾ ഈ കാറിൻ്റെയൊക്കെ പുറത്ത് ഇങ്ങനെ വാട്ടർ മോളിക്യൂൾസ് എന്താ അതിലൊക്കെ എഴുതി കളിക്കാറില്ലേ, പേരിങ്ങനെ കൈവച്ച്, അതാണ് കണ്ടൻസേഷൻ. അതേപോലെ തന്നെ വല്ല ചൂട് പാത്രം അടച്ചു വെച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും, അതിൻ്റെ പൊക്കത്തും വാട്ടർ മോളിക്യൂൾസ് കാണാറുണ്ട്. അതാണ് ഈ കണ്ടൻസേഷൻ എന്ന് പറയുന്ന ഈ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ കണ്ടൻസേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. Definition. Condensation is defined as the simple process of converting gas or vapor into liquid. അപ്പോൾ വേപ്പറിനെ അല്ലെങ്കിൽ ഗ്യാസിനെ ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് എപ്പോൾ, ഡിക്രീസ് ഇൻ ടെമ്പറേച്ചറും പ്രഷറും കുറച്ച് കഴിയുമ്പോൾ. ടെമ്പറേച്ചറും പ്രഷറും കുറച്ച് കഴിയുമ്പോഴാണ് ഇത് ചെയ്യുന്നത്. ഇവാപ്പറേഷനിൽ ടെമ്പറേച്ചറും പ്രഷറും കൂട്ടുകയാണ് ചെയ്തത്, കണ്ടൻസേഷനിൽ രണ്ടും കുറയ്ക്കുകയാണ് ചെയ്തത്. ദിസ് ഈസ് വാട്ട് വി ഡിഡ് വെൻ വി അലൗ ദ സ്റ്റീം ടു കം ഇൻ കോണ്ടാക്ട് വിത്ത് മെറ്റൽ പ്ലേറ്റ്. നമ്മൾ നേരത്തെ ചെയ്ത മെറ്റൽ പ്ലേറ്റിൽ ഈ സ്റ്റീം അലൗ ചെയ്തപ്പോൾ സംഭവിച്ച പ്രോസസ്സാണ് കണ്ടൻസേഷൻ. ഓക്കെ, അപ്പോൾ അതാണ് കണ്ടൻസേഷൻ. ഇതിൻ്റെ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. ഇനി ക്യാൻ വാട്ടർ ഡിസോൾവ് എനി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. നമുക്ക് എന്തോരം ഉപ്പ് നമുക്കൊരു വെള്ളം, ഒരു ഗ്ലാസ് വെള്ളത്തിൽ എന്തോരം ഉപ്പിടാം, ഒരു പാക്കറ്റ് ഫുൾ ഓഫ് ഉപ്പിടാൻ പറ്റുമോ? ഇല്ല.
കുറേ കഴിയുമ്പോൾ അതിൻ്റെ വാട്ടർ കണ്ടെയ്ൻ ചെയ്യാനുള്ള പ്രോപ്പർട്ടി സോൾട്ട് കണ്ടെയ്ൻ ചെയ്യാനുള്ള പ്രോപ്പർട്ടി നഷ്ടപ്പെടും. Even though water can dissolve a number of substance and solution in it, it has a limit how much it can dissolve. After certain point, it dissolves any more of the substance and the substance collect at the bottom of the vessel. We say the solution has become saturated. അപ്പോൾ കുറേ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ പാത്രത്തിൻ്റെ അടിയിൽ എന്തോരം മിക്സ് ചെയ്താലും മിക്സ് ആവാതെ ഒരു ഇച്ചിരി നമ്മൾ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഹോൾ സൊല്യൂഷൻ എന്ത് വിളിക്കുക? ദ സൊല്യൂഷൻ ഹാസ് ബിക്കം സാച്ചുറേറ്റഡ് എന്ന് വിളിക്കുക. സാച്ചുറേറ്റഡ് ആയി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി സാച്ചുറേഷൻ എന്താണെന്ന് നോക്കാം. സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും എന്താണെന്ന് നോക്കാം. ഓക്കെ, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ദ സൊല്യൂഷൻ വിച്ച് നോ മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്. ഒട്ടും സൊല്യൂട്ട്, പിന്നെയും സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യണ വെരി സ്മോൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഇല്ലേ. ഇപ്പോൾ ഉപ്പ് ഒരു വെള്ളത്തിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഉപ്പാണ് സൊല്യൂട്ട്. ഓക്കെ, സോൾവെൻ്റ് എന്താണ്? നമ്മുടെ വെള്ളം. ഓക്കെ, അതാണ് സൊല്യൂട്ട്. അപ്പോൾ സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒട്ടും നമുക്ക് സൊല്യൂട്ട് ആഡ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്ന വെള്ളം എന്ത് പറയും? സാച്ചുറേറ്റഡ് എന്ന് പറയും. സാച്ചുറേറ്റഡ് ആകുമ്പോൾ എന്ത് പറ്റും? വാട്ടറിൻ്റെ മോളിക്യൂൾസ് ഇനിയും ഇന്ന് ആഡ് ചെയ്ത സബ്സ്റ്റൻസ് സെറ്റിലായിട്ട് കിടക്കും. ഇതേപോലെ സെറ്റിലായിട്ട് ഇങ്ങനെ കിടക്കും, ആഡ് ചെയ്യാണ്ട് കിടക്കുന്നത്. അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എ സൊല്യൂഷൻ വിച്ച് മോർ സോൾയുബിൾ സബ്സ്റ്റൻസ് ക്യാൻ ബി ഡിസോൾവ്. നമുക്ക് കുറേ സബ്സ്റ്റൻസ് സാച്ചുറേറ്റഡിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അതാണ് സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് അൺസാച്ചുറേറ്റഡ് ആയിട്ട് കാണിക്കാം, ഇത് സാച്ചുറേറ്റഡ് ആയിട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, one way of ensuring that the given amount of water take more salt even after this saturation point is by heating the said water. This is because heating the solution help increase the solubility of salt and hence more the amount of same solute now be dissolved and same amount of water. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സാച്ചുറേഷൻ കൂട്ടാൻ പറ്റുന്നത് അല്ലെങ്കിൽ സോല്യൂബിലിറ്റി കൂട്ടാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തോരം വേണമെങ്കിലും സൊല്യൂട്ട് നമുക്ക് ആഡ് ചെയ്യാം. ബൈ ഹീറ്റിങ്ങിലൂടെ നമുക്ക് എത്ര സൊല്യൂട്ട് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഹീറ്റിംഗ് സൊല്യൂട്ട് ഹെൽപ്സ് ഇൻക്രീസ് ദ സോളിബിലിറ്റി. ഓക്കെ, സോളിബിലിറ്റി കൂട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹീറ്റ് ചെയ്യുമ്പോഴാണ് സോളിബിലിറ്റി കൂട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ തീർന്നിരിക്കുന്നു. അപ്പോൾ ഈ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ്